എനിക്ക് ആദ്യമേ ഈ രഞ്ജിനി ഹരിദാസും റിമി ടോമിയോടുള്ള സംഗ്രഹം ഏതാ എനിക്കിഷ്ടമാണ്. അപ്പം നമ്മളെ കളിയാക്കിയല്ല കേട്ടോ, നല്ല രസം, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് അമൃത ക്യാമ്പസിലേക്ക് വരാൻ കഴിഞ്ഞാൽ. ഞാൻ ഒരുപാട് വരാൻ ആഗ്രഹിച്ച ഒരു ക്യാമ്പസായിരുന്നു. മാളികപ്പുറത്തിൻ്റെ സമയത്ത് വരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ സംഭവിച്ചില്ല. വീണ്ടും അതേ ടീം ഒന്നിക്കുമ്പോൾ ആ സിനിമയുമായിട്ട് എത്താൻ കഴിഞ്ഞ് മോളെ വെറുതെ പറഞ്ഞതാണ്. ഇതിന് റിമി ടോമിയും രഞ്ജിനിയൊക്കെ അറിഞ്ഞിട്ട് വേണം എന്നെ പ്രശ്നം ഉണ്ടാക്കാൻ, ചുമ്മാ. അപ്പം എൻ്റെ ഹലോ ഗെയ്സ് എനിക്ക് ഇഷ്ടമായി. അമ്മയുടെ നോട്ടം കറക്റ്റാണ്. ഞാൻ അമ്മയുടെ ഫോട്ടോയിലൊക്കെ നോക്കിയത്. അതൊക്കെ ഹലോ ഗെയ്സ് അമ്മ ഒരു നോട്ടം ഞാൻ നോക്കി. അപ്പൊ എന്തൊക്കെ കാണണം ദൈവമേ. അതെ 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 അതെ. ഇതിവിടെ പഠിക്കുന്ന കഴിഞ്ഞില്ല, അതുവരെ ഉള്ളു ഇവിടെ, കഴിഞ്ഞില്ല. ശരിക്കും ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വേണം. എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഒരു അനിയത്തി എനിക്കുണ്ടാകുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയ്ക്ക് അങ്ങനെ ഒരു പണി കിട്ടണമായിരുന്നു വീട്ടിൽ. അപ്പം ഒരുപാട് സന്തോഷം. ഞങ്ങൾ ആക്ച്വലി വരാൻ പറഞ്ഞ സമയത്തേക്കാളും കുറച്ച് വൈകി, പക്ഷേ എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ അമൃത എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ 7000 സ്റ്റുഡൻസോളം പഠിക്കുന്നൊരു വലിയ ക്യാമ്പസാണെന്ന് അറിഞ്ഞു. ഈ ഒരു ഏരിയയിൽ പണം ഹിറ്റാവാൻ നിങ്ങൾ മാത്രം മതി. അപ്പം ഞങ്ങളുടെ മാളികപ്പുറം കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പം മാളികപ്പുറത്തിൻ്റെ ഡയറക്ടറായിരുന്നു വിഷ്ണുവാണ് ഡയറക്റ്റ് ചെയ്തത്, അത് ഞാനാണ് എഴുതിയത്. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിൽ ഒരു വിഷ്വൽ ട്രീറ്റും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാക്കി മാറ്റണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഏകദേശം 1.5-2 വർഷത്തോളം എടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തത്. അപ്പം എന്തുകൊണ്ട് സുമതി വളവ് എന്ന് ചോദിച്ചാൽ, സുമതി വളവ് എന്നുള്ള പേര് മുന്നേ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ട്രിവാൻഡ്രത്തുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ. മോള് ട്രിവാൻഡ്രമാണോ? ആലപ്പുഴയോ? രാവിലെ ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് ആലപ്പുഴക്കാർ. അവൻ അറിയാത്ത ഒരു പെൺകുട്ടികളും ഇല്ലായിരുന്നു. എങ്ങനെ അറിയണോ നിനക്ക്? സുമതികളും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരത്ത് പാലോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ രസകരമായ ഒരു സ്ഥലമാണ്. കാരണം രാത്രികൾ യാത്ര ചെയ്യാൻ പറ്റാത്ത അവിടെ സുമതി എന്ന് പറയുന്ന യക്ഷിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള, കഥകളിലൂടെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അതിനെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ പണ്ട് മുതലേ ഇതൊരു സിനിമയായി കാണണം, അല്ലെങ്കിൽ ഒരു സിനിമയായി തിയേറ്ററിൽ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ട് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നിയപ്പോഴാണ് 2019 ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ അന്ന് വിഷ്ണുവുമായിട്ട് ഞാൻ സംസാരിക്കുന്നതും വിഷ്ണുവിനും അത് ഇഷ്ടപ്പെടുന്നു. ഞങ്ങളത് ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം അന്ന് ആഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ല. ഞാൻ അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. ഞങ്ങൾ വലിയ വലിയ സിനിമകൾ ഇങ്ങനെ ആഗ്രഹിക്കും. അന്ന് ഞങ്ങളെ പോലെ തന്നെ സിനിമയിൽ തുടങ്ങി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയമായിരുന്നു അർജുന അശോകൻ്റെ. അന്ന് അർജുനോട് ഞങ്ങൾ കഥ പറയുന്നു, അർജുനും ഇഷ്ടപ്പെടുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഒരു പ്രൊഡ്യൂസറും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈ കഥ പറയുമ്പോൾ പല പ്രൊഡ്യൂസേഴ്സും അയ്യോ നിങ്ങൾ പുതിയ ആളുകളാണല്ലോ, നിങ്ങൾ വെച്ച് എങ്ങനെ ഈ പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നീണ്ടു പോയി. പിന്നീട് 2022 ഞങ്ങൾ മാളികപ്പുറം ചെയ്യുന്നു. ദൈവാനുഗ്രഹം കൊണ്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടും അതൊരു വലിയ വിജയമായപ്പോൾ അന്ന് ചിലപ്പം ഒരു 4-5 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കഥ പിന്നീട് ഞങ്ങൾ എഴുതി വന്ന് അതൊരു വലിയ സിനിമയാക്കി മാറ്റി. ഇന്നൊരു 15 കോടി രൂപയോളം മുതൽ മുടക്കിൽ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസർ എത്തുകയും ഇന്ന് ആ സിനിമ 3 ദിവസങ്ങൾക്കപ്പുറം അത് തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. അതിനേക്കാൾ ഉപരി ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരു വലിയ സന്തോഷം. അപ്പോൾ അതിന് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെയും വിഷ്ണുവിൻ്റെ ഒപ്പം കൂടെ നിന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളി കുന്നപ്പുറത്ത്, അതേപോലെ ഗോപാലൻ സാറ്, ഗോകുലം ഗ്രൂപ്പ്, അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ പടം ഒരു വലിയ പടമായി. പിന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റ് ആങ്കർ എന്ന് പറയുന്നത് ഏകദേശം 40ഓളം വരുന്ന മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ഇവർ ഇത്രയും പേരോട് എത്തിയിട്ടുണ്ട്. അർജുനിൽ നിന്ന് ഷൂട്ടറോടാണ് എത്താൻ കഴിയാതെ പോയത്. ഞങ്ങളെക്കാൾ മുന്നേ പുറപ്പെട്ട ബാലുവും ബോബിച്ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ഓൺ ദ വേ ആണ്, അവരോട് എത്തും. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങളെക്കാൾ മുന്നേ പുറപ്പെട്ടായിരുന്നു മീഡിയയും. ഞങ്ങൾ വന്നിട്ടാണ് അവരും വന്നത്. ഇത് ഏത് വഴിക്കാണ് വന്നതെന്ന് മനസ്സിലായില്ല. അപ്പം ബാലു ഉടനേനോട് എത്തും. അപ്പോൾ അതുവരെ നിങ്ങളിങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഒന്ന് നീട്ടിക്കൊണ്ട് പോകണമെന്ന് ബാലു പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം ക്ഷമിക്കണം. ഞങ്ങളെല്ലാവരും 2 വാക്കല്ല ഒരു 4-5 വാക്ക് സംസാരിച്ചോളാം. ശ്രീപദനൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അവനിവിടെ ആരെയൊക്കെയോ അറിഞ്ഞു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോടൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കും. പിന്നെ അപ്പം സുമതി വളവിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അർജുനും ബാലു, ഗൂഗിൾ സുരേഷ്, സിദ്ധാർത്ഥ് ഭരതൻ, അതേപോലെ
ശ്രാവൺ, മുകേഷ്, പിന്നെ ഈ ഇരിക്കുന്ന ഇത്രയും പെൺകുട്ടികൾ, അതിനേക്കാൾ ഒരു ഇനിയും ഒരു 4-5 പെൺകുട്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് സുമതി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രൂപം വെച്ചും സ്വഭാവം വെച്ചും നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ. ബാക്കി തിയേറ്ററിൽ വെച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ വെറുതെ ചോദിക്കുന്നത്, ഇപ്പം ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇതിൽ ആരായിരിക്കും എന്ന് വെറുതെ ഗസ് ചെയ്യോ? ഇന്നലെ ബാക്കിയുള്ളതൊക്കെ ഉള്ള പ്രശ്നമായിരുന്നു. എന്ത് പറഞ്ഞു? ശിവതയാണോ? എനിക്കറിയില്ല. ഞങ്ങൾ തന്നെ പലപ്പോഴും അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഞാനും വിഷ്ണു കൂടി, ഇത് ആരാണ് സുമതി എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോഷനേക്കാൾ ഉപരി ഈ സിനിമ എന്താ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പം ഇവിടെ വന്ന് എത്രത്തോളം മാക്സിമം തള്ളി മറിക്കാമോ അത്രത്തോളം തള്ളി മറിക്കുക എന്നുള്ളൊരു ജോലിയും കൊണ്ട് വന്നുകൊണ്ട് തന്നെ അധികമായി ഒന്നും തള്ളുന്നില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, മാളികപ്പുറം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമതിയോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ആ ഉറപ്പ് ഒരു എഴുത്തുകാരൻ രീതി ഞാൻ പറഞ്ഞു. കാരണം മാളികപ്പുറം ചെയ്യുമ്പം ഞങ്ങൾക്ക് അതൊരു ഞങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്തത് ആ സമയത്ത് ഞാനും വിഷ്ണുവും ഞങ്ങളുടെ പുതിയ സംവിധായകനും പുതിയ എഴുത്തുകാരനും ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഒതുക്കിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ലോകം ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ സിനിമയായി മാറി. പക്ഷേ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സിനിമയായിരുന്നു. ഇന്ന് മാളികപ്പുറത്തിന് ശേഷം സുമതി ചെയ്തപ്പോൾ അതൊരു വലിയ പടം ചെയ്തപ്പം ഞങ്ങൾക്ക് അതിനേക്കാൾ പേടിയാണ്. കാരണം വെച്ചാൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പം ഇതുപോലുള്ള സിനിമകൾ വിജയിച്ചാൽ മാത്രമേ നാളെ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ പഠിത്തം മാത്രമല്ല സിനിമാക്കാരെയൊക്കെ കാണണമെങ്കിൽ നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ഈ പടം വന്ന് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അമൃതയിൽ എനിക്കറിയാം നല്ല പഠിപ്പീരാന്നറിയാം. അത് അല്ല കളിയാക്കി പറഞ്ഞതല്ല, സീരിയസ്ലി. നിങ്ങളുടെ അമൃത കൊച്ചിയിലുള്ള കോളേജ് ഞാൻ പോയിട്ടുണ്ട്. അപ്പം നല്ല ക്യാമ്പസാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളൊന്നാണ് ഇവിടുത്തെ വള്ളിക്കാവിലെ ക്യാമ്പസ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ആ ക്യാമ്പസിൽ വന്ന് ഇത്രയും സുന്ദരിമാരെയും സുന്ദരന്മാരെയൊക്കെ ഞങ്ങൾ വന്ന് കണ്ട് ഞങ്ങളുടെ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അടുത്തുള്ള തിയേറ്റർ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സാറന്മാരോട് ചോദിച്ചു. അപ്പോൾ ഹരിപ്പാടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വലിയ കാര്യത്തിൽ പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ കരുനാഗപ്പള്ളി നടന്നു വന്നു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ കുട്ടികൾക്ക് ഓഗസ്റ്റ് 1-ാം തീയതി കഴിയുന്ന സിനിമ കാണാനുള്ളൊരു അവസരം ചെയ്തു കൊടുക്കണം കേട്ടോ. ഇനി സപ്പോസ് കോളേജിൻ്റെ ഭാഗത്തും നിങ്ങൾക്ക് ആ സപ്പോർട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് തരാം, വന്ന് കാണണം കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും പേര് ഇപ്പം ഈ ഇരിക്കുന്ന കണ്ട സത്യം പറഞ്ഞാൽ ഒരു തിയേറ്ററിലെ ഹൗസ്ഫുൾ ഷോയ്ക്ക് ഇരിക്കുന്നവരുണ്ട്. സ്ക്രീനിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയുണ്ട്. അപ്പം ഇത് കണ്ടപ്പം പെട്ടെന്ന് ആലോചിച്ച് പോയത് കരുനാഗപ്പള്ളിയിൽ ആ തിയേറ്ററിൽ നിങ്ങൾ ഹൗസ്ഫുള്ളായിട്ട് ഇന്ന് പടം കാണുന്നതാണ്. സാറും പോകണം കേട്ടോ. സാറന്മാർക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ല സിനിമ. ടീച്ചറെ TKM-ലൊക്കെ ഉണ്ടായിരുന്നല്ലേ, എനിക്കറിയാം. ടീച്ചറും പോകണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ സിനിമ കാണാൻ എല്ലാവരും വരണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-85 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിൽ തന്നെ ഒരു 40-45 ദിവസം കാട്ടിലായിരുന്നു. ഈ പറയുന്നത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, പലരും രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഹെവി റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത സീക്വൻസുള്ള ഈ പടത്തിലുണ്ട്. വിഷ്വലി ഇതൊരു വേറൊരു വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സിനിമയാണ്. സുമതി വളവ് എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പാലോടുള്ള സുമതി വളവിൻ്റെ എസൻസ് എടുത്തിട്ട് അതൊരു പുതിയ കഥയിലേക്ക് പ്ലേസ് ചെയ്തതാണ് ഈ ഞങ്ങൾ ചെയ്തിരിക്കുന്ന സുമതി. ഒരിക്കലും യഥാർത്ഥ സുമതി വളവിൻ്റെ കഥയല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ആ ഇൻസിഡൻറ്റോ കഥയല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ വളവിൽ നടന്ന കുറേ റിയൽ ഇൻസിഡൻസിൻ്റെ എസൻസ് എടുത്തിട്ട് ഞങ്ങളൊരു പുതിയ കഥയുണ്ടാക്കി അതിലേക്ക് പ്ലേസ് ചെയ്തു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരിക്കലും അതൊരു OTT പ്ലാറ്റ്ഫോമിൽ മൊബൈൽ ഫോണിൽ കാണേണ്ട സിനിമയല്ല. തിയേറ്റർ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ OTT കണ്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അപ്പോഴേ ആ എക്സ്പീരിയൻസ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ കാണേണ്ടതെന്നുള്ളതിൻ്റെ കാരണം മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കിൽ ഒരു 15 മിനിറ്റ് നേരം വിഷ്ണു ഒരു 15 മിനിറ്റ് സീക്വൻസ് ശരിക്കും ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ്, ഓഡിയോഗ്രാഫിയിലായാലും വിഷ്വലി ആണെങ്കിലും 360 ഡിഗ്രി എക്സ്പീരിയൻസ് ചെയ്ത് തിയേറ്ററിലേക്കുന്ന പ്രേക്ഷകരെ രാത്രി ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ ആ വളവിൽ കൊണ്ടു നിർത്തുന്ന ഫീലിങ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അത് സിനിമയുടെ ഒരു ഔട്ട് ഞാൻ കണ്ടു, ഫൈനൽ ഔട്ട് കണ്ടു. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടത് ഫീൽ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വരില്ല നിങ്ങൾ 1-ാം തീയതി. അന്ന് കോളേജിന് അവധിയൊന്നുമല്ല, പക്ഷെ വന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോളേജ് ബസ്സില്ല നിങ്ങൾക്ക് നിങ്ങളെ തിയേറ്ററിൽ കൊണ്ടുപോകും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം. ഇവിടെ സാറേ വിടില്ലേ, ഉറപ്പല്ലേ? സാർ ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ.